എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. സോ ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മൾ വിഷുവിൻ്റെ പരിപാടിയെ സംബന്ധിച്ച് ഡാൻസ് പ്രാക്ടീസൊക്കെയാണ് എല്ലാ കണ്ടസ്റ്റൻസും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സെപ്റ്റ് ഗബ്രി, നമ്മളെ ഗബ്രി ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നുണ്ട്. ജാസ്മിൻ കൺഫെഷൻ റൂമിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ജാസ്മിൻ സത്യം പറഞ്ഞാൽ ടോട്ടലി ഡിപ്രസ്ഡ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇപ്പോൾ ഹൗസ് മേറ്റ്സിന് എല്ലാവരും തന്നെ പുറത്തു നിന്ന് വന്ന കണ്ടസ്റ്റൻസൊക്കെ വന്നതിന് ശേഷം പുറത്തത്തെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ തന്നെ പുറത്തത്തെ കാര്യങ്ങളൊക്കെ തന്നെ ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വലിയ രീതിയിലാണ് പുള്ളിക്കാരി ഡിപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം അതിനുശേഷം ഒരുപാട് പ്രാവശ്യമായി ജാസ്മിൻ കൺഫെഷൻ റൂമിൽ പോയി ഇങ്ങനെ പൊട്ടിക്കരയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ ഇനി വന്ന അതായത് സീസൺ 6 തുടങ്ങിയ സമയത്ത് വന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ ഇനി മുമ്പോട്ട് ഗെയിം കളിച്ച് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പുള്ളിക്കാരി ഭയങ്കര വീക്കായി ഡേ ബൈ ഡേ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പുള്ളിക്കാരി സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി ചെയ്യുന്നതെല്ലാം തന്നെ ശരിയാണ്. പക്ഷേ അതേസമയം പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ബോധേഡുമാണ്. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസ് പുള്ളിക്കാരിയോട് ചില സമയത്ത് പെരുമാറുന്ന രീതിയും പുള്ളിക്കാരി ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, മെൻ്റലി ഡൗൺ ആക്കുന്നുണ്ടെന്ന് നമുക്ക് പുള്ളിക്കാരിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇനി ബിഗ് ബോസ് സീസൺ 6 ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റായി ജാസ്മിന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തീർച്ചയായും തോന്നുന്നില്ല. പക്ഷേ എന്തായാലും ഇത്തരം ഒരു മെൻ്റൽ സ്റ്റേറ്റിലൂടെ കടന്നു പോകാമെന്ന് പറയുന്നതും തന്നെ വളരെ ഒരു ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. സോ നമുക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിലും ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണെങ്കിലും എന്തായാലും തീർച്ചയായും ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് നൽകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് പ്രാവശ്യമായി ജാസ്മിൻ ബ്രേക്ക് ഡൗൺ ആവുന്നത് ഇത്തരം കാര്യങ്ങളെ കൊണ്ട്. സോ എന്തായാലും നമുക്ക് നോക്കാം ജാസ്മിൻ ഇതിൽ നിന്ന് വീണ്ടും വന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറായി ബിഗ് ബോസിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിയണം. ഐ വിഷ് ഷീ കം ബാക്ക് വെരി സ്ട്രോങ്ലി. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.